ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി രുചിയിലൊരു ചിക്കൻ കറിയാണ്. ഇതിനകത്ത് നമുക്ക് അധികം മെനക്കേടൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു കറിക്ക് നമ്മൾ ഉള്ളി എന്ന് പറഞ്ഞ സാധനമേ നമ്മൾ ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനൊരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അടുത്തതിലേക്ക് സ്പൈസി ചിക്കൻ മസാല വാങ്ങിച്ചതാണ്, അത് ഒന്നിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിതിന് പകരം ഇതില്ലെങ്കിൽ നിങ്ങൾക്കിതിന് പകരം നമ്മുടെ സാധാരണ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഇട്ടാൽ മതി. 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതിലേക്ക് ഒരു 3-4 സ്പൂണ് തൈരൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കാം. ഇതിങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ചിക്കനിൽ ഈ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയിട്ടിരിക്കും. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചേറെ മല്ലിയില, അതുപോലെ തന്നെ ഒരു 4 വലിയ തക്കാളി വേണം. പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് ചതച്ച് ചേർക്കാനായിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും. ഇത് ഇത്രയും സാധനം നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. ഇത് ഞാനൊന്ന് ചതച്ച് എടുത്തിട്ട് വരാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ മല്ലിയിലയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് അരിഞ്ഞിട്ടാലും മതി. പിന്നെ നമുക്ക് ഈ ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ, അത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഏതായാലും ഞാനൊന്ന് ആദ്യമേ ഒന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു തരാം. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു മൺചട്ടി ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് തീരെ താല്പര്യമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നാലും നെയ്യിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ടേസ്റ്റ്. അപ്പം ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് കടുക് വറക്കാനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഡയറക്റ്റ് നമ്മൾ ഇതുപോലൊക്കെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഉള്ളി വഴട്ടാനും ഒന്നുമില്ല ഇതിനകത്ത്. വളരെ ഈസി ആയിട്ടും രുചികരമായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുന്നുണ്ടേ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഹൈയിലൊന്ന് വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഒന്ന് വെള്ളം ഇറങ്ങുന്നിടം വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. ഇതിന് ഞാൻ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇപ്പം ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് ഇതുപോലക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലൊന്ന് കിടന്ന് വേവാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അത് ഇങ്ങനെ അരച്ചത് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചോദ്യം വരാം, ഇതിൻ്റെ പച്ചമണം മാറുന്നില്ല, അല്ലെങ്കിൽ പച്ചമണം വഴറ്റിയിട്ട് വേണ്ട ചേർക്കാൻ എന്നുള്ളത്. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഈ തവണ ഇങ്ങനൊന്നും ചെയ്താലും ഒരു കുഴപ്പമില്ല, രുചിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പം ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകണ്ട, അതിന് പകരം നമുക്ക് ആ ടൊമാറ്റോയുടെ അതിനകത്ത് തന്നെ അരച്ചെടുക്കണം. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ആ ജാറങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട പേസ്റ്റിൽ ഇതൊന്നുകൂടെ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ടൊമാറ്റോ ഒന്ന് അരച്ചെടുക്കാം. ഈ സമയം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചിരിക്കണം. കാരണം നമുക്ക് എന്തായാലും ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ചാറ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് ഇട്ടിരുന്ന് വേവട്ടെ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലൊരു 5 മിനിറ്റും കൂടെ ഞാൻ അടച്ച് വെച്ച് ഇതുപോലൊന്ന് വേവിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് പൊടിയേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും ആ ഒരു ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മസാലപ്പൊടിയും ഇതിട്ട് കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച്
ഞാൻ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ പൊടികളൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ 2 സ്പൂണ് ചിക്കൻ മസാല തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരാവശ്യത്തിനുള്ളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് ആ ചിക്കൻ മസാലയുടെ ഒരു സ്പൈസി മാത്രം മതിയാവും. അപ്പം നിങ്ങളുടെ എരിവനുസരിച്ച്, പിന്നെ ഈ ഒരു കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ എരിവൊന്നും വരത്തില്ല. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇട്ട് കൊടുത്ത ആ പൊടിയൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ആ ഒരു പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി എടുക്കുക. അതിന് ശേഷം ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് തക്കാളി അരച്ചതാണ്. അതുകൂടെ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി വീണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് ചാറോട് കൂടിയുള്ള കറിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് മതി. എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും ഒരു ചിക്കൻ എന്തായാലും ഒരു വേവ് കാണും. പിന്നെ ഓരോ ചിക്കൻ എടുക്കുന്ന അനുസരിച്ചിരിക്കും. ഇവിടെയൊക്കെ ഉള്ള ഫ്രഷ് ചിക്കൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ വെന്ത് കിട്ടും. പിന്നെ നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ വേവ് നന്നായിട്ടുണ്ടാവും. ചിലപ്പോൾ 1 മണിക്കൂർ കിടന്നാലും ചില ചിക്കനൊന്നും വേവത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ചിക്കൻ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം വെന്തോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടുവെള്ളമാണ്. ഈ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ എരിവ് ഇത്തിരി ഒന്ന് മുന്നോട്ട് നിൽക്കുവാണ്. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയോടെ ഇടാം. ഇനിയും അടച്ചു വെച്ച് ഞാൻ ഒരു 5 മിനിറ്റും കൂടെ വേവിക്കുകയാണ്. ടോട്ടൽ എന്തായാലും ഒരു 30-35 മിനിറ്റ് കുക്കിംഗ് ടൈമുണ്ട്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ കിട്ടുമെന്ന് വേവിച്ചു. നമുക്കൊന്ന് നോക്കാം ചിക്കൻ വെന്തോ ഇല്ലയോ എന്നുള്ളത്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പം കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് പോലും ഈ ഒരു ടൈം വെച്ചിട്ട് ഒരു കറിയും വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കിടക്കൊന്ന് നോക്കിയാൽ മതി വെന്തോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ചിക്കനും ഓരോ വേവായിരിക്കും. ഏകദേശം ഒരു അരമണിക്കൂറോളം എന്തായാലും ഉണ്ട് ചിക്കന് വേവ്. ഇത്രയേ ഉള്ളൂ. ഉള്ളിയൊന്നും വഴറ്റാതും അത് അരിയാതും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ റൊട്ടിയോ എന്തിൻ്റെയും കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ വെച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.